ഇനി നമുക്ക് XHTML നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള HTML ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. കുറച്ചുകൂടി റൂൾസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന HTML ഡെവലപ്പ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് SHTML എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് XHTML എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ട്. HTMLും SHTMLും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് HTMLൻ്റെ വേർഷനാണ്, സ്ട്രിക്റ്റർ വേർഷനാണ് XHTML എന്ന് പറയുന്നത്. ദെൻ XHTML എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എക്സ്റ്റെൻസിബിൾ ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് XHTML എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ, അതായത് നമുക്ക് കുറച്ചുകൂടെ ആഡ് ഓൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ XHTML എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, XHTML കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ട്രൈ ടു ഡിസ്പ്ലേ ദ വെബ്സൈറ്റ്. ഇപ്പം നമ്മൾ ശരിക്കും ഈ ബ്രൗസറിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് പല വെബ് പേജസിൻ്റെ ലേഔട്ട്സ് സെറ്റ് ആവുന്നത്. അതും കുറച്ചുകൂടെ മാറി നമ്മുടെ കോഡ് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വന്നിരിക്കുന്നത്, XHTML വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് XHTML എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. സംഭവം എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കുക. ഇനി നോർമൽ HTMLും SHTMLും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? XHTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTMLിനേക്കാൾ കുറച്ചുകൂടെ റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യേണ്ട ലാംഗ്വേജ് ആണ് XHTML എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൗസറിന് അത്രയും, അത് ബ്രൗസർ സെറ്റിങ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കത്തില്ല നമ്മുടെ വെബ് കണ്ടൻറ്റ് ഡിസ്പ്ലേ ആവുന്നത്. എവിടെ? XHTML. അതാണ് ഇവർ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ എലമെൻറ്റും അവരിങ്ങനെ സ്പെസിഫിക് ആയിട്ട് മാൻഡേറ്ററി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്, നമ്മൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് യൂഷ്വലി HTML പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്നത്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മാൻഡേറ്ററി കണ്ടീഷൻ അല്ല ഫസ്റ്റ് നമ്മൾ ഏത് HTML വേർഷനാണെന്നും മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ SHTML ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലൈൻ എന്തായിരിക്കണം? ഡോക്യുമെൻറ്റ് ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം ആസ് എ കമൻറ്റ്. ഓക്കെ, സോ ഇവിടെ ഈ ഡോക്യുമെൻറ്റ് ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കേസിൽ, SHTMLൻ്റെ കേസിൽ. ഓക്കെ, ഇനി അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുവാണ്. സോ നമ്മൾ SHTML വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അടുത്തത്, ഇനി SHTMLനകത്തുള്ള എല്ലാ എലമെൻസും പ്രോപ്പർലി നെസ്റ്റഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു ഓർഡറിൽ തന്നെ നമ്മളതിനെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തിരിക്കണം. ഇവിടെ നോക്കിക്കേ, ഒരു സം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിനെ ആദ്യം ബോൾഡാക്കി, ബോൾഡ് ഇറ്റാലിക്സിലോട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ബോൾഡ് അതിന് കറസ്പോണ്ടിങ് പെയറായിട്ടുള്ള ഇറ്റാലിക്സിൻ്റെ ഇത്. അപ്പോൾ എപ്പോഴും ഇന്നർ എലമെൻറ്റ്സ് ആയിരിക്കണം പെയർഡ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ബോൾഡ് കൊടുത്തു, പിന്നെ ഇറ്റാലിക്സ് കൊടുത്തു, കണ്ടൻറ്റ് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അതങ്ങനെ തന്നെ കൊടുത്തു. അതിനുശേഷം ഇറ്റാലിക്സ് നമ്മൾ ക്ലോസ് ചെയ്തു, ബോൾഡ് നമ്മൾ ക്ലോസ് ചെയ്തു. പക്ഷേ അതിന് പകരമായിട്ട് ആദ്യം നമ്മൾ ബോൾഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. അതാണ് പറയുന്നത് എല്ലാ എലമെൻറ്റ്സും എന്ന് വെച്ചാൽ പാരഗ്രാഫ് ആക്കുന്നതും ബോൾഡ് ആക്കുന്നതും ഇറ്റാലിക്സ് ആക്കുന്നതും എല്ലാം എന്താണ്, HTML എലമെൻറ്റ്സ് ആണ്. സോ അത് പ്രോപ്പർലി നെസ്റ്റഡ് ആയിരിക്കണം, അതായത് പ്രോപ്പർലി പെയ്ഡ് ആയിരിക്കണം. അപ്പം ബോൾഡ് കഴിഞ്ഞ് ഇറ്റാലിക്സിൽ പോയിട്ടാണ് നമ്മൾ, ബോൾഡ് ഇറ്റാലിക്സിലാണ് നമ്മൾ ടെക്സ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലോസ് ചെയ്യുമ്പോഴും ആദ്യമേ ഏതാണോ ഏറ്റവും നിയർ ബൈ ആയിട്ട് കിടക്കുന്ന എലമെൻറ്റ് ആ എലമെൻറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ക്ലോസ് ചെയ്യാൻ. ബോൾഡ് കൊടുത്തിട്ട് പിന്നെ ഇറ്റാലിക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുമ്പോഴും ആദ്യം എന്ത് ചെയ്യണം, ഇറ്റാലിക്സ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബോൾഡ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ വേണം, ആ ഒരു ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി HTML എലമെൻറ്റ്സ് മസ്റ്റ് ഓൾവേസ് ബി ക്ലോസ്ഡ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ HTML എലമെൻറ്റ്സും എന്ത് ചെയ്യണം, നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരിക്കും കുറച്ചുകൂടെ റിലാക്സ്ഡ് വേർഷൻസിനകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, എല്ലാം പെയർ ചെയ്ത് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യണമെന്നില്ല. പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫ് ക്ലോസ് ചെയ്യണം. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ കുറേ empty ടാഗുകൾ എവിടെ ഉണ്ടായിരുന്നു, HTML ഉണ്ടായിരുന്നു. പക്ഷേ SHTML empty ടാഗ്സും എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് പാരഗ്രാഫ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, /p ഇങ്ങനെയാണ് ചെയ്യുക. അതേസമയം നമ്മളൊരു എന്താ പറയുന്നത്, ഒരു empty ടാഗ് എടുത്തിട്ട് അതിൻ്റെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ BR ഫൈനലി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, / ഇട്ട് കൊടുക്കുന്നത്. empty ടാഗുകൾ മാത്രം കേട്ടോ. അപ്പോൾ ഹൊറിസോണ്ടൽ റൂളും, അപ്പം നമ്മൾ നേരത്തെ പഠിച്ച empty ടാഗ്സ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ റൂളും പിന്നെ നമ്മൾ വിസിബിൾ ബ്രേക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇമേജ് എന്താ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ച വേറൊരു ടാഗായിരുന്നു ഇമേജിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ്. എന്തായിരുന്നു, IMG ടാഗ് വെച്ചിട്ടാണ് ഇമേജിനെ ഇൻപുട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ സോഴ്സ് മെൻഷൻ ചെയ്യണം, SRC = അത് എപ്പോഴും കോഡ്സിൽ തന്നെ കൊടുക്കണം. കണ്ടോ, എന്താ ഇപ്പോൾ ഏത് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ കൊടുക്കുന്നത് എൻ്റെ എന്താ x.jpg എന്നുള്ളൊരു ഇമേജാണ് ഞാൻ കൊടുക്കുന്നത്. അത് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, ഇനി അതിൻ്റെ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്, അതായത് എന്താണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണേണ്ടത് അത് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇമേജ് ഡിസ്പ്ലേ ആവുന്നത്. ഞാനിപ്പോൾ കൊടുക്കുന്നത് എന്താ,
പിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, പിക്ക്. അപ്പോൾ ആ പിക്ക് എന്നുള്ളൊരു കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ ഇവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങ് എന്ത് ചെയ്യായിരുന്നു, സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പക്ഷേ ഇത് HTML ആയതുകൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പം വിസിബിൾ ബ്രേക്ക് ഉണ്ട്, ഹൊറിസോണ്ടൽ റൂളുണ്ട്, അതേപോലെ തന്നെ ഇമേജിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് href കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തിരിക്കണം. ഇനി അടുത്തത് പിന്നെന്താ, എലമെൻറ്റ്സ് മസ്റ്റ് ബി ഇൻ ലോവർ കേസ്. അതേപോലെ തന്നെ HTML-നകത്തുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കണം, ലോവർ കേസിലായിരിക്കണം. ഓക്കെ, നോക്കിക്കേ, HTML എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡ്, ബോഡി, പാരഗ്രാഫ് ഒക്കെ ഇല്ലേ. അപ്പോൾ അതിനെയൊക്കെ ഒരിക്കലും നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ബോഡി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ബോഡി ടാഗ് അല്ലേ, അപ്പോൾ ബോഡി ടാഗ് നമുക്കിവിടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോഴോ വീണ്ടും ബോഡി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, HTML എന്ന് പറഞ്ഞാൽ എന്താണ്, കേസ് സെൻസിറ്റീവാണ്. ആര്, HTML. അതേസമയം HTML എന്തല്ല, കേസ് സെൻസിറ്റീവ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. HTML എലമെൻറ്റ്സ്, HTML എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കണം, ലോവർ കേസിലായിരിക്കണം മെൻഷൻ ചെയ്യാം. കണ്ടോ, ബോഡി എന്ന് എഴുതുന്നത് ഇങ്ങനെയൊന്നും, പാരഗ്രാഫിന് ക്യാപിറ്റൽ P കൊടുക്കുന്നത് ഒന്നും എവിടെ അലൗഡ് അല്ല, HTML അലൗഡ് അല്ല. പക്ഷേ ഇത് നമുക്ക് എവിടെ യൂസ് ചെയ്യാം, HTML ആണെങ്കിൽ ഒരു കുഴപ്പം വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്മോൾ കേസിലങ്ങ് പഠിച്ചാൽ മതിയല്ല. ഇനി ആട്രിബ്യൂട്ടും അതിൻ്റെ നെയിംസും. ഓക്കെ, എന്തായിരിക്കട്ടെ, ലോവർ കേസിൽ. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ href കൊടുക്കും, ഇമേജിൻ്റെ സോഴ്സ് കൊടുക്കാൻ വേണ്ടി img, ഇമേജ് എന്നുള്ള ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ ഒരു ലിങ്കിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ടാണ് href എന്ന് പറയുന്നത് അല്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. ഓക്കെ, അതെല്ലാം എന്തായിരിക്കണം, സ്മോൾ കേസിൽ വേണം എഴുതാൻ, അല്ലെങ്കിൽ ലോവർ കേസിൽ വേണം എഴുതാനായിട്ട്. നമുക്ക് hrefഉം ഇവിടെ href എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആംഗിൾ ടാഗിൻ്റെ, അതായത് എന്നുള്ള ടാഗിൻ്റെ എന്താണ് ആട്രിബ്യൂട്ടാണ് href. അതുപോലെ ഇമേജ് എന്നുള്ള ടാഗിൻ്റെ img എന്നുള്ള ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് സോഴ്സ് src. അതൊക്കെ നമ്മൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, ലോവർ കേസിൽ എഴുതാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ ആംഗിൾ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു, ഇവിടെ നമ്മൾ അതേപോലെ തന്നെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കേസ് സെൻസിറ്റീവ് ആണ് അൾട്ടിമേറ്റ്ലി ആരെന്ന് പറയുന്നത്, HTML എന്ന് പറയുന്നത്. ഇനി ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ അതെല്ലാം കോട്ടഡ് ആയിരിക്കണം. നമ്മൾ പഠിച്ചതും അങ്ങനെ തന്നെയാണ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മളൊരു ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ ആ ലിങ്ക് വിത്തിൻ കോഡ്സിൽ വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു സോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ സോഴ്സ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്താണ്, കോഡ്സിലാണ് കൊടുത്തത്. നമ്മളങ്ങനെ പഠിച്ചത് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ കൊടുക്കണം. പക്ഷേ HTML ആകുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റർ വേർഷനാണ്. അതിനകത്ത് ഇത്രയും ഒന്നും സിൻടാക്റ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ കൂടിയും നമുക്ക് ബ്രൗസർ സപ്പോർട്ടോട് കൂടി നമുക്ക് ആ ഒരു പേജിനകത്ത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ HTML എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇനി ഇതൊക്കെ പോയിക്കോട്ടെ, നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. എന്താണ് HTML-ഉം XHTML-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ പറയണം, HTML എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. XHTML എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇനി അത് രണ്ടിൻ്റെയും എക്സ്പാൻഷനാണ് ആദ്യത്തെ ലൈൻ ഓഫ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി സാധാരണ ഇത് നമ്മൾ ടിം ബെർണേഴ്സ്ലി കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്ലി ആണെങ്കിൽ HTML ഡെവലപ്പ് ചെയ്തത്, ദെൻ XHTML ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒരു കൺസോഷ്യമാണ്, W3 കൺസോഷ്യം, അല്ലെങ്കിൽ വേൾഡ് വൈഡ് കൺസോഷ്യമാണ് എന്ത് ചെയ്തേക്കുന്നത്, XHTML ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ റിലീസിങ് ഇയർ 1993 ആണെങ്കിൽ ഇവിടെ നമ്മൾ 2000 ആണ്. വായിച്ചു വെച്ചിരുന്നാൽ മതിയേ. ഓക്കെ, ഇനി അടുത്തത് സാധാരണ നമ്മളൊരു HTML ഡോക്യുമെൻറ്റ് നമുക്കൊരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ഫയലിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതിനെ ഓപ്പൺ വിത്ത് ബ്രൗസർ കൊടുത്തിട്ടാണ് നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഒരു XHTML ആണെന്നുണ്ടെങ്കിൽ ഇതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ഫയൽ ഫോർമാറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് SHTML എന്ന് പറയുന്നത്. HTML-ഉം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. പക്ഷേ അതിൻ്റെ സ്റ്റോറിങ് ഫോർമാറ്റ് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ഫോർമാറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്തിരിക്കണം. ഇനി ഇത് നോർമൽ HTML എവിടെ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്, നമ്മുടെ SGML നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നേക്കുന്നത്, HTML വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നേ SGML-ൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് HTML എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് SGML എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വെബ് കണ്ടൻറ് ഡെലിവറിയൊക്കെ വെബ്സൈറ്റ് എത്രയും മീൻസ് എന്താ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഓരോ ഡെവലപ്മെൻറ്റ് വന്ന് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ നമ്മൾ കുറേ അഡീഷൻസ് ഒക്കെ കൊടുത്ത് അതിനെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും ആദ്യം നല്ല ബേസിക്കായിട്ട് നമ്മൾ ഒരു വെബ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ അതിനെ കുറച്ചും കൂടെ നമ്മൾ ഒന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള വേർഷനാണ് HTML എന്ന് പറയുന്നത്. അപ്പം SGML നിന്നാണ് ആരുണ്ടായിരിക്കുന്നത്, HTML. ഈ HTML-നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്തേക്കുന്നത് XHTML വന്നിരിക്കുന്നത്. മനസ്സിലായോ?
ഓക്കെ. ഇനി അടുത്തത് നോർമൽ ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് .htm എന്നോ അല്ലെങ്കിൽ .html എന്നോ കൊടുക്കാം. അതേസമയം ഒരു .xhtml ആണെങ്കിൽ .xhtml എന്നോ അല്ലെങ്കിൽ .xht എന്നോ അല്ലെങ്കിൽ .html എന്നോ ഒക്കെ വേണം, XML എന്നോ ഒക്കെ വേണം നമ്മൾ ഇതിനകത്ത് കൊടുക്കാനായിട്ട്, ഒരു എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി HTML കേസ് സെൻസിറ്റീവ് അല്ല. HTML എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കേസ് സെൻസിറ്റീവ്. അതേസമയം XHTML എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഹൈലി കേസ് സെൻസിറ്റീവ് എന്ന് തന്നെ പറയാം. ഇനി ഡോക്യുമെൻറ്റ് ടൈപ്പ്, നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് ടൈപ്പ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. അതേസമയം XHTML കേസിൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. ഇറ്റ്സ് എ റൂൾ. ഇനി ക്ലോസിങ് ടാഗ് എല്ലാ ടാഗും ഒരു പെയ്ഡ് ടാഗ് ആയിരിക്കണം എന്ന് ആരും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ HTML ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ XHTML എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ക്ലോസ്ഡ്, ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് ആൻഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂളാണ് ആരും ഒബേ ചെയ്യുന്നത്? XHTML ഒബേ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം ആദ്യം തന്നെ HTML എന്താണ്, XHTML എന്താണെന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ പഠിക്കാം. ഇനി HTML എന്നാണ് അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത്? ടിം ബെർണേഴ്സ്-ലീ ആണെങ്കിൽ HTML ഡെവലപ്മെൻറ്റ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? W3 കൺസോർഷ്യം. ഇനി HTML 93 റിലീസായെങ്കിൽ അതിന് ശേഷം, HTML ശേഷമല്ലേ XHTML വരൂ? HTML അഡ്വാൻസ്ഡ് വേർഷൻ ആണല്ലോ XHTML. അപ്പോൾ ഒരു 2000 ആര് വന്നിരിക്കുന്നത്? XHTML വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫയൽ ഫോർമാറ്റ് ഡോക്യുമെൻറ്റ് ടൈപ്പ് ആണെങ്കിൽ XHTML ഫയൽ ഫോർമാറ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഫോർമാറ്റ് ആണ്. ഇനി HTML ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? SGML ആണെങ്കിൽ എന്തിനെ ഇവോൾവ് ചെയ്തിട്ടാണ് XHTML വന്നിരിക്കുന്നത്? HTML വർക്കൗട്ട് ചെയ്തിട്ടാണ് അല്ലേ. ഇനി ഫയൽ സ്റ്റോറേജ് ടൈപ്പ് എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? .html അല്ലെങ്കിൽ .htm ആണ് നോർമൽ HTML ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്, എക്സ്റ്റൻഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതേസമയം XHTML എക്സ്റ്റൻഷൻ .html അല്ലെങ്കിൽ .xht അല്ലെങ്കിൽ .html .htm XML .xml എന്നാണ് എപ്പോഴും കാണാറുള്ളത് കേട്ടോ. .xml ഒക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഫോർമാറ്റ്, XHTML എക്സ്റ്റൻഷൻ ഫോർമാറ്റ്. പിന്നെ നമ്മളിനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലാംഗ്വേജ് എഴുതുമ്പോൾ ഉള്ള കൺസ്ട്രെയിൻസ് ആണ്. നോർമൽ HTML എന്ന് പറഞ്ഞാൽ കേസ് സെൻസിറ്റീവ് അല്ല. അതേസമയം XHTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് സെൻസിറ്റീവ് ആണ്. ഇനി പ്രോഗ്രാമിനകത്തേക്ക് കയറുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML കമ്പൽസറി അല്ല, ഡോക്യുമെൻറ്റ് ടൈപ്പ് അതേസമയം XHTML കമ്പൽസറി ആണ്. അതേപോലെ തന്നെ എഴുതുന്ന ഓരോ ഡോക്യുമെൻറ്റിനും പെയ്ഡ് ടാഗ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് ആർക്കും മാൻഡേറ്ററി ആണ്? XHTML മാൻഡേറ്ററി ആണ്. അതേസമയം HTML എല്ലാ ടാഗ്സും പെയർ ചെയ്യണമെന്നും അതായത് ഓർഡറിൽ തന്നെ ക്ലോസ് ചെയ്യണമെന്നും ഒന്നും കമ്പൽസറി അല്ല എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ തന്നെ എഴുതി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട്.